Hey guys, welcome back to another video of SR Vlogs. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റഡി വ്ളോഗാണ്. ആൻഡ് കുറേ ദിവസമായി നമ്മൾ സ്റ്റഡി വ്ളോഗും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട്. സോ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നാളെ തൊട്ട് സ്മൈൽ എക്സാമാണ്. 4 ദിവസമാണ് നടക്കുന്നത്. സോ സ്മൈൽ എക്സാമിന് വേണ്ടിയിട്ട് പഠിക്കണം. അപ്പോൾ പഠിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ഒരു സ്റ്റഡി വ്ളോഗ് ചെയ്യാമെന്ന് വിചാരിച്ചു. ആൻഡ് ഇന്ന് നമുക്ക് കുറച്ചധികം പണികൾ ചെയ്യാനുണ്ട്. സോ ഇപ്പോൾ ഞാൻ കുറച്ച് റെസ്റ്റൊക്കെ എടുത്തിട്ട് വീണ്ടും പഠിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. സോ ഇംഗ്ലീഷാണ് നാളത്തെ എക്സാം. സോ ഇംഗ്ലീഷ് കുറച്ച് നല്ല രീതിയിൽ പഠിക്കണം. അപ്പോൾ ഫസ്റ്റ് ലിസ്റ്റ് ഔട്ട് ചെയ്യട്ടെ എന്തൊക്കെയാണ് ടു ഡു ലിസ്റ്റ് എന്നൊക്കെ ഒരു ബുക്കിൽ എടുത്തിട്ട് ടു ഡു ലിസ്റ്റ് ചെയ്യട്ടെ. സോ ഗൈസ്, അപ്പം ഞാൻ എക്സാം ടൈം ടേബിളും പിന്നെ ഏതൊക്കെ പോർഷൻസ് ഇംഗ്ലീഷിൽ പഠിക്കേണ്ടതെന്നുള്ളതൊക്കെ ഞാൻ ഇതുപോലെ ടു ഡു ലിസ്റ്റ് പോലെ ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ യൂണിറ്റ് 1 യൂണിറ്റ് 2 കുഴപ്പമില്ലാതെ പഠിക്കാൻ പറ്റുന്നതാണ്. അതായത് ചാപ്റ്റേഴ്സൊക്കെ അറിയാം ഒരു വിധത്തിൽ. പക്ഷേങ്കിൽ യൂണിറ്റ് 3യും യൂണിറ്റ് 4ഉം എടുക്കുമ്പോഴൊക്കെ ഞാൻ ലീവായിട്ടും NSSന് പോയിട്ടും കലോത്സവത്തിന് പോയിട്ടും അങ്ങനെ ഫുൾ ആകെപ്പാട് മിസ്സായ ചാപ്റ്റേഴ്സാണ്. സോ ഞാൻ ഫസ്റ്റ് യൂണിറ്റ് 1 യൂണിറ്റ് 2 നല്ലപോലെ ഒന്ന് ജസ്റ്റ് പഠിക്കട്ടെ. എന്നിട്ട് പിന്നെ യൂണിറ്റ് 3 യൂണിറ്റ് 4 ഒന്നിക്കൽ ലൈവ് ക്ലാസ് കാണലോ ഇല്ലെങ്കിൽ എങ്ങനെയും ഒന്ന് പഠിച്ച് സെറ്റാക്കാന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഇത് മാത്രമല്ല, ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് അക്കൗണ്ടൻസി നോട്ട് എഴുതലും ഇംഗ്ലീഷ് അസൈൻമെൻറ്റ് എഴുതലും ഹിന്ദി നോട്ട് എഴുതലും അങ്ങനെ കുറേ പരിപാടികളും എല്ലാം ഉണ്ട്. സോ ലെറ്റ്സ് ട്രൈ ഇറ്റ്. എന്തായാലും ചെയ്തല്ലേ പറ്റത്തുള്ളൂ. അപ്പോൾ നല്ലപോലെ ചെയ്യാം. സോ ഇപ്പോൾ ടൈം നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 6:40 ഒക്കെയാണ് ആയിട്ടുള്ളത്. 6:40 ഒക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഇപ്പം നമുക്ക് മെല്ലെ ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് പോവാം. അപ്പം ഞാൻ വേഗത്തിൽ ഫസ്റ്റ് 2 യൂണിറ്റ് വേഗം തീർക്കട്ടെ. ഒരു 8:30 ആകുമ്പോഴേക്കും ഒരു 2 യൂണിറ്റ്സ് അറ്റ്ലീസ്റ്റ് തീർക്കണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നോക്കാം. സോ ബുക്കും കാര്യങ്ങളൊക്കെ എടുത്തു വെച്ചു. എന്നിട്ട് പിന്നെ ഒരു സിപ്പ് വെള്ളം കുടിച്ചു. വെള്ളം കുടിക്കുമ്പോൾ നമ്മുടെ ആ ഒരു ഉറക്കമൊക്കെ പോവും. കുറച്ച് ഒരു ഹൈഡ്രേറ്റഡ് ആയിട്ട് നിൽക്കുമ്പോൾ കുറച്ച് ഒരു ഉണർവ് കിട്ടുന്നൊക്കെ പറയുന്നതുകൊണ്ട് ഞാനും അത് ട്രൈ ചെയ്ത് നോക്കിയതാണ്. നിങ്ങൾ വേണമെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം. സോ അങ്ങനെ വെള്ളം കുടിച്ചു. എന്നിട്ട് ഫുൾ സെറ്റായിട്ട് നമ്മൾ പവറിൽ പഠിക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ യൂണിറ്റ് 1ൻ്റെ ആ ഒരു ഇൻട്രൊഡക്ഷൻ പാർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ല, അതൊക്കെയാണ് വായിക്കുന്നത്. ഞാൻ ഏത് സബ്ജക്റ്റ് ആണെങ്കിലും അതിൻ്റെ ടെക്സ്റ്റ് വായിച്ച് നോട്ട് വായിച്ച് എല്ലാം വായിച്ച് കഴിഞ്ഞാൽ എനിക്കൊരു സംതൃപ്തി കിട്ടും. അപ്പോൾ ഞാൻ ഫസ്റ്റ് തന്നെ ഗ്ലിംസസ് ഓഫ് ഗ്രേറ്റ്നസ് എന്ന് പറഞ്ഞ ചാപ്റ്ററിൻ്റെ യൂണിറ്റിൻ്റെ ആ ഒരു ഇൻട്രൊഡക്ഷനും കാര്യങ്ങളൊക്കെ വായിക്കുവാണ്. എന്നിട്ട് പിന്നെ ഹിസ് ഫസ്റ്റ് റൈറ്റ് എന്ന് പറഞ്ഞാൽ ആ ഒരു ഫസ്റ്റ് ചാപ്റ്റർ ഫുള്ളായിട്ട് ടെക്സ്റ്റ് വായിക്കും. പിന്നെ എൻ്റെ ഭാഷയിലൊന്ന് മനസ്സിലാക്കും. എന്നിട്ട് പിന്നെ നോട്ടും കാര്യങ്ങളൊക്കെ ജസ്റ്റ് ആ സമ്മറിയൊക്കെ ഉണ്ടാവില്ല, അതൊക്കെ വായിക്കുക ചെയ്യാറ്. സോ ഇപ്പോൾ ടൈം നോക്കിക്കഴിഞ്ഞാൽ ഒരു 7:15 ഒക്കെ ആയിട്ടുണ്ട്. പക്ഷേങ്കിൽ നല്ലപോലെ ഉറക്കം വരുന്നുണ്ട്, എന്തൊക്കെയോ ഒരുപോലെ തോന്നുന്നുണ്ട്, പഠിക്കാൻ കഴിയുന്നില്ല. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ഫേസൊക്കെ ഒന്ന് ജസ്റ്റ് വാഷ് ചെയ്ത് വെള്ളമൊക്കെ കുടിച്ചിട്ട് ഒന്ന് ബാക്ക് വരാം. സോ ഗൈസ്, ഇപ്പോൾ ടൈം നോക്കിക്കഴിഞ്ഞാൽ ഒരു 7:30 ഒക്കെ ആയിട്ടുണ്ട്. അപ്പം ഞാൻ ഇപ്പോൾ ഫസ്റ്റ് ആ ഒരു ഇൻട്രൊഡക്ഷനിലുള്ള എയ്ബ്സ് ഫസ്റ്റ് സ്പീച്ച് എന്ന് പറഞ്ഞ ആ ഒരു പോർഷനും പിന്നെ ഹിസ് ഫസ്റ്റ് ഫ്ലൈറ്റ് എന്ന് പറഞ്ഞ ചാപ്റ്റർ ടെക്സ്റ്റ് വായിക്കലും പിന്നെ നോട്ട് വായിക്കലും ജസ്റ്റ് ഒന്ന് റീഡ് ചെയ്യലും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി കുറച്ചൊരു 5 മിനിറ്റ്സ് ബ്രേക്ക് എടുത്തിട്ട് ഞാൻ പിന്നെ അടുത്ത ഒരു ചാപ്റ്റർ പഠിക്കാമെന്നാണ് വിചാരിക്കുന്നത്. കാരണം എന്താണെന്നറിയില്ല, ലാംഗ്വേജ് ആയതുകൊണ്ടാണോ എന്താ സംഭവം എന്നറിയില്ല, നല്ല ഉറക്കം വരുന്നുണ്ട്, പഠിക്കാനുള്ള ഒരു മൂഡൊന്നും കിട്ടുന്നില്ല, ഇടയ്ക്കിടെ ഡിസ്ട്രാക്റ്റഡ് ആയി പോകുന്നുണ്ട്. പക്ഷെ നമ്മൾ ഡിസ്ട്രാക്റ്റഡ് ആയാൽ പിന്നെ എക്സാമിനൊന്നും എഴുതാനുണ്ടാവില്ല. അതുകൊണ്ട് ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് ഒരു 5 മിനിറ്റ് ബ്രേക്ക് എടുത്തിട്ട് ബാക്ക് ടു ട്രാക്ക് ആയിട്ട് വരുന്നതായിരിക്കും. പിന്നെ ഇവിടെ നല്ല മഴ പെയ്യുന്നുണ്ട് പുറത്ത്. സോ ആ ഒരു 5 മിനിറ്റ് ബ്രേക്കിൽ ഞാൻ അക്കൗണ്ടൻസി എഴുതാനുള്ളതൊക്കെ എഴുതി തീർത്തു. പിന്നെ ഒരു വീഡിയോ എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ നെക്സ്റ്റ് ഡേ ഇംഗ്ലീഷ് അസൈൻമെൻറ്റ് സബ്മിറ്റ് ചെയ്യാനും ഉണ്ടായിരുന്നു. അപ്പം ഞാൻ ട്രാവലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് എത്തിയിട്ടുണ്ടായിരുന്ന സൺഡേ ആണ്. അപ്പോൾ ഇതൊന്നും ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിട്ടില്ല. അവസാനം എല്ലാം ആലോചിച്ചങ്ങ് സ്ട്രെസ് അടിച്ച് ഒരുമാതിരിയായി. അങ്ങനെ ഇംഗ്ലീഷ് അസൈൻമെൻറ്റ് കുറച്ച് എഴുതിയിട്ട് ഞാൻ പോയി കിടന്നുറങ്ങി. അങ്ങനെ തലവേദനയായിരുന്നു. പിന്നെ മോർണിംഗ് എണീച്ച് ബാക്കിയുള്ളതും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ചെയ്തു. അപ്പോൾ ഇങ്ങനെയാണ് ഇംഗ്ലീഷ് പഠിത്തവും കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ടായത്. പിന്നെ നെക്സ്റ്റ് ഡേ അസൈൻമെൻറ്റും കാര്യങ്ങളൊക്കെ ബാക്കി എഴുതി ഞാൻ സ്കൂളിൽ പോയി. അന്ന് ഒരുവിധം കുഴപ്പമില്ലാത്ത പോലെയൊക്കെ എക്സാം പോയി. എക്സാം 7 ക്വസ്റ്റ്യൻ മാത്രം തന്നിട്ട് എഴുതാൻ വേണ്ടി പറയുകയാണ് ചെയ്തിട്ടുണ്ടായത്. അപ്പോൾ കുഴപ്പമില്ലാതെ പോയി. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഇന്നത്തെ ഒരു പഠിത്തം വ്ളോഗ്. സോ ഇത്രയേ ഉള്ളൂ. ബൈ ബൈ.